ഇന്ന് ജുമാ ദിവസമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. നമ്മൾ ഏത് പള്ളിയിൽ പോകുന്ന ഏത് മലയാ കാണുന്ന? ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ടല്ലോ ഇടത് സൈഡ്. അത് ശരി. ചെറിയ ചെറിയ കുന്നുകൾ. ടർക്കിയുടെ ലാൻഡ്സ്കേപ്പ് എല്ലാം മലകൾ നിറഞ്ഞ സ്ഥലമാണ്. പരന്ന നിലം കുറവാണ്. ശരിയാണ്. അതുകൊണ്ടാണ് ഈ നമ്മുടെ കേരളത്തിലെ പോലൊരു കാലാവസ്ഥ. അറബ് രാജ്യത്തുള്ളത് ഇങ്ങനെ ഒരു ഭൂപ്രകൃതി ഉണ്ട്. പക്ഷെ സലാല പോലുള്ള ചില സ്ഥലങ്ങളിൽ പച്ചപ്പ് ഒരുപാട് ഡാമുകളും പുഴകളൊക്കെ ഉണ്ട് ടർക്കിയിൽ. വലിയ ഡാമുകളുണ്ട്. ഇതാണ് തുർക്കി അഗ്രികൾച്ചർ റിസർച്ച് ഡയറക്ടറേറ്റ് ഓഫീസ്. ഇതിവിടുത്തെ എനർജി മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ്. ടെൻമാർക്ക് എന്ന് പറയുന്നത് തുർക്കിഷ് അറ്റോമിക് എനർജി ഏജൻസിയാണ്, ടീക്ക്. ഇത് ഫോറസ്റ്റ് മിനിസ്ട്രി ഓഫീസാണ്. ഈ നേരെ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഇവിടെ എൻ്റെ ഒരു കസിനും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ധനിസ്റ്റേ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ്, സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഗവൺമെൻറ് ഓഫീസാണ്. ഇതെല്ലാം ഗവൺമെൻറ് ഓഫീസുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് ഗവൺമെൻറ് ഓഫീസുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അഹമ്മദ് അഹസി മസ്ജിദ്, അങ്കാര. അപ്പോൾ ഇന്ന് ജുമ ഉണ്ട്. അപ്പോൾ ജുമയ്ക്കായിട്ട് നമ്മൾ ആ പള്ളിയിലേക്ക് പോകുവാണ്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഗിരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് ആണെന്നാണ് കേട്ടോ. എൻട്രൻസ് അങ്കാറയിൽ തന്നെ വളരെ പുതുമയുള്ള, അതായത് ഏറ്റവും പുതിയൊരു പള്ളിയാണ്. പുതുതായി കൺസ്ട്രക്ട് ചെയ്തൊരു പള്ളിയാണത്. ഇവിടെ നമുക്ക് തുർക്കിയിൽ ഇഷ്ടംപോലെ പള്ളികളുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പള്ളികളുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുതല്ല, ഏറ്റവും പുതിയതായി കൺസ്ട്രക്ട് ചെയ്ത പള്ളിയാണ്, മസ്ജിദാണ്. ഇവിടുത്തെ മസ്ജിദുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളികളായിട്ട് മാത്രമായിരിക്കില്ല. അതിൻ്റെ അടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ലൈബ്രറി, പിന്നെ മ്യൂസിയം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കാര്യങ്ങളുണ്ടാവും. അങ്ങനെയാണ് ഒരു കോംപ്ലക്സ് പോലെയാണ് അവർ പള്ളി ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ലൈബ്രറി കാണാൻ പറ്റും, ബുക്ക് സ്റ്റോൾ കാണാൻ പറ്റും. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ പണ്ട് കാലത്തെ ഖുർആനും വിപുലമായ പല പല ശേഖരങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും.
കാണുന്നത് 16-ാം നൂറ്റാണ്ടിലെ ഖുർആനാണ്, അത്രയും പഴക്കമുള്ള ഖുർആൻ. നമ്മളിനി പോകുന്നത് കിസിലെ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അത് അങ്കാരയുടെ സെൻറ്ററാണ്, സിറ്റി സെൻറ്ററാണ്. കിസിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ടോഗ്. തുർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് കാർ കമ്പനിയാണ്. 2018 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 2023 ഇവരൊരു കാറിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേര് T10 X എന്നാണ്. നമ്മൾ കിസിലയിലെത്തി. ഇവിടെ ഒരു വലിയ പള്ളിയുണ്ട്, കൊസത്തെപ്പെ. നമ്മൾ അങ്ങോട്ട് പോകുവാണ്. ഇതാണ് വിശ്വപ്രസിദ്ധമായ കൊജത്തെപ്പെ മസ്ജിദ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് അങ്കാറയിലെ കൊജത്തെപ്പെ മസ്ജിദിലാണ് കേട്ടോ. അപ്പോൾ കൊജത്തെപ്പെ എന്ന് പറഞ്ഞാൽ കൊസ എന്ന് പറഞ്ഞാൽ വലിയ എന്നാണ്. തെപ്പെ എന്ന് പറഞ്ഞാൽ മല, വലിയ മല പള്ളി. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വലിയ മല പള്ളി. അതൊരു വലിയ മലയുടെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ മല പള്ളി, കൊസത്തെപ്പ പള്ളി എന്ന് നമ്മൾ അതിൻ്റെ പേരെങ്ങനെ വന്നത്. ഒട്ടോമൻ സാമ്രാജ്യത്തിനെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുകയാണ്. ഈ പള്ളി ആക്ച്വലി 1967 മുതൽ 1987 വരെയുള്ള കാലഘട്ടത്തിൽ പണിതൊരു പള്ളിയാണ്. ഒരു 10-50 വർഷത്തോളം അടുപ്പിച്ച് പഴക്കമുള്ളൊരു പള്ളി. അതായത് അങ്കാറയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഈ പള്ളി. അയ്യോ, കണ്ണടിച്ച് പോവാണ് ഗായ്സ്. അയ്യോ, ഭയങ്കര വെട്ടം. വളരെ വിശാലമായ ഒരു പള്ളിയാണ്. പിന്നെ 24,000 ആൾക്കാർക്ക് ഒരേ സമയം നമസ്കരിക്കാൻ കഴിയുന്ന അത്രത്തോളം കപ്പാസിറ്റി ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. രീതി എങ്ങനെയാണ്? ഇതിൻ്റെ മോഡിൽ കയറി നിൽക്കും. ഇത്രയും വലിയ മെമ്പർ, എന്ത് ഉയരാണ്. നമ്മുടെ നാട്ടിൽ സ്റ്റൂൾ ഇട്ട് എൻ്റെ മുകളിൽ കയറി നിൽക്കും. രണ്ടാമത് പോലെ ഉണ്ടോ? കിടന്ന് ഓടി കളിക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് തുർക്കിയിൽ ആക്ച്വലി ഈ പള്ളികളിലൊക്കെ തന്നെ കുട്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ പെരുന്നാളിനൊക്കെ തന്നെ, അതായത് ഈദിൻ്റെ സമയത്ത് നമ്മളിതുണ്ടാവുമല്ലോ,
നമസ്കാരം, തറാവി നമസ്കാരം. ആ സമയത്തൊക്കെ കുട്ടികൾ ഇഷ്ടംപോലെ പള്ളിയിലുണ്ടാവും. അവരുടെ ഒരു പ്ലേ ഗ്രൗണ്ടായിട്ടാണ് കുട്ടികൾ മസ്ജിദിനെ കാണുന്നത്. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ അത്രയും ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് മസ്ജിദിൽ. ഞാൻ ജസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി വന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കാനാണ്. ഞാൻ ആക്ച്വലി പതിഞ്ഞൊരു ശബ്ദത്തിലാണ് കേട്ടോ പറയുന്നത്. അത് പള്ളിക്കകത്തായതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ഒച്ചയെടുക്കാൻ പാടില്ല. ആരും ഒച്ചയെടുക്കുന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. കാരണം ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഞാനിവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഉയ്ഗ്യൂർ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് കേട്ടോ. ഉയ്ഗ്യൂർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയിലുള്ള ഒരു പ്രത്യേക വിഭാഗം മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫുഡാണ് ഇവിടെ ഉള്ളത്. കൈൻഡ് ഓഫ് ഉയ്ഗ്യൂർ റെസ്റ്റോറൻറ്റ്, ഉയ്ഗ്യൂർ ആളുകളുടെ ഫുഡ്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇത്തിസ് പുഷ്. കതിലരൻ ടോയ്ലറ്റ് നൽകുക. സമോസ ബിത്താനി ഇറച്ചി വെച്ച സമോസ. സമോസ ശരിക്കും എന്താണ്, ഉസ്ബെക്കിസ്ഥാനിലാണ് അതിൻ്റെ ഉത്ഭവം. സംസ എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേകതരം ഉയ്ഗൂർ നൂഡിൽസാണ്. കൊജത്തപ്പെ മസ്ജിദിന് തൊട്ട് മുന്നിലുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. വളരെ അടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ചുറ്റുക അല്ലേ? ഇതിനുള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുക. Wow. Awesome guys, awesome. Turkish chaya. കയ്പ്പ് ഗായ്സ്, ഇതാണ് സമൂസ. ഒരു സാധനം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. കഴിക്കാൻ പറ്റുന്ന ഫുഡാണ്. നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് യശാങ്കൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അങ്കാറയിൽ നിന്നും സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ ഗൈസ്, ഇതാണ് ട്രാഫിക് പോലീസ്. അടിപൊളി. ഈ പറയുന്ന യശാങ്കൻഡ് എന്ന സ്ഥലത്താണ് എൻ്റെ ബ്രദറിൻ്റെയും വൈഫിൻ്റെയും ആർക്കിടെക്ചർ ഓഫീസ് ഉള്ളത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ബ്രദറിൻ്റെ ആർക്കിടെക്ചർ ഓഫീസിലാണുള്ളത്. ബയാസ് മെമ്മർലിക് സ്റ്റുഡിയോ എന്നാണ് അവരുടെ ഓഫീസിൻ്റെ പേര്. ഒരു ആർക്കിടെക്ചർ സ്റ്റുഡിയോ ആണ്. അതാണ് കാണിക്കാൻ പോകുന്നത്. എന്തോന്ന് തുപ്പാൻ പോണോ? വാവ്, ബയാസ് മെമ്മർലിക് സ്റ്റുഡിയോ. സ്റ്റുഡിയോ വ്ളോഗാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബയാസ് സ്റ്റുഡിയോ മെമ്മർലിക്. ഇതിൻ്റെ അർത്ഥം എന്തുവാ? വൈറ്റ് സ്റ്റുഡിയോ, പക്ഷേ ബ്ലൂ ആണല്ലോ. വാവ്, ഇതിൻ്റെ പേരെന്തുവായിരുന്നു? ഈ പ്രൊജക്റ്റിൻ്റെ പേര്
എൽമാസ് ഡോം. എൽമാസ് ഡോം. ബയാസ് മിമർലിക് സ്റ്റുഡിയോ. മിമർലിക് എന്തുവാ? ആർക്കിടെക്ചർ സ്റ്റുഡിയോ. ഈ ക്ലോക്ക് പൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ഓടുന്ന ക്ലോക്ക് തന്നെ അല്ല, ഓടി തുടങ്ങിയില്ല. ഗായ്സ്, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബയാസ് സ്റ്റുഡിയോൻ്റെ തന്നെ സ്വന്തം ഒരു ഡിസൈനാണ്, എൽമ ഡോം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിസോർട്ടുകളിലും പിന്നെ കഫേകളിലൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഒരു പ്രൈവസി സ്പോട്ടാണ് ആക്ച്വലി. സ്ഥലം ഒരുപാട് പേര്, 10-200 പേരുടെ ഷെയർഡ് സ്ഥലമാണ്. ഇതാണ് എൽമാസ് ഡോം. എൽമാസ് ഡോം എന്ന് വെച്ചാൽ മോഡേൺ മോഡുലാർ ഹൗസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഹെക്സഗൺ മോഡുലാർ 6 പ്രത്യേക ടൈപ്പ് ഹെക്സഗൺ മോഡുലാർസിൻ്റെ കോമ്പിനേഷനാണ്. ഏകദേശം 280 മുകളിൽ പാളികളുണ്ട് ഇതിൽ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ തണുപ്പ് രാജ്യങ്ങളിൽ എന്താണ് ഹീറ്റ്, ചൂട് കഫേകൾ കാരണം ഉള്ളിൽ സൺലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. തണുപ്പ് സമയത്ത് സൺലൈറ്റ് ഉണ്ടെങ്കിൽ വെളിയിൽ -डिग्री ആയിരിക്കുമ്പോൾ ഇതിനുള്ളിൽ പ്ലസ് ഹോട്ട് ചൂടുണ്ടാവും. ഒരു മിനിമം ഒരു 15 ° പുറത്തതിനേക്കാൾ കൂടുതൽ ചൂടായിരിക്കും ഉള്ളിൽ. ഇത് മോഡേൺ ബംഗ്ലാവ് ഹോട്ടലുകളിലൊക്കെ എന്താണ് ചെറിയ ഒരു ഡോം ഹൗസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വില്ലകളായിട്ട് വില്ലകളായിട്ടുള്ള ഡോം മോഡുലാർ ലിവിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സാധനമാണ്. ഇതിനകത്ത് യോഗ ചെയ്യാൻ, വലിയ ഗാർഡൻ ഉള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കോഫി, ഔട്ട്ഡോർ ഡൈനിങ്, ഡിന്നർ ഏരിയ, എസ്തെറ്റിക് ഏരിയ ഇട്ടൊക്കെ. കോസ്റ്റ് ഓഫ് മേക്കിംഗ് നാട്ടിലെ മിനിമം 1,20,000 രൂപ, 1,50,000 രൂപയ്ക്ക് ഇടയ്ക്കാണ് ഇതിൻ്റെ കോസ്റ്റ്.